ഭക്ഷണത്തിന് ശേഷമാണ് നമ്മൾ പലപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കാറുള്ളത്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറേ പ്ലേറ്റിൽ ഫ്രൂട്ട്സ് കൊണ്ടുവരും. ശരിക്ക് എൻ്റെ ഒരു സജഷൻ എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണത്തിന് മുന്നേ ആണ് ഫ്രൂട്ട്സ് കഴിക്കേണ്ടത്. കാരണം നമ്മൾ ഒരുപാട് സമയത്തിന് ശേഷം 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ ശേഷമായിരിക്കും നമ്മൾ അടുത്ത മീലിലേക്ക് പോവുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ആസിഡ് പെപ്റ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മീൻസ് HCLൻ്റെ ഉൽപ്പാദനവും എൻസൈംസ് ഒക്കെ കൂടുതലായിട്ട് വരുന്ന സമയമായിരിക്കും. അപ്പോൾ അതിനൊന്ന് നോർമൽ ചെയ്യുക, അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആൽക്കലൈൻ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഫ്രൂട്ട്സിനെ സഹായിക്കും. അപ്പോൾ അത് നമ്മൾ ചോറോ അല്ലെങ്കിൽ എരിവുള്ള കറികളോ അല്ലെങ്കിൽ മറ്റ് പ്രോട്ടീൻസും ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആസിഡ് ലെവലിനെ pH ഒന്ന് ആൽക്കലൈൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ച് പിന്നീട് നോർമൽ ഫുഡിലേക്ക് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ആസിഡിറ്റീനെ കുറക്കാൻ പറ്റും. 2, ദഹനം ഒന്ന് നോർമലൈസ് ചെയ്യാൻ പറ്റും. 3, നമ്മുടെ അമിതമായിട്ടുള്ള ഭക്ഷണത്തിനോടുള്ള ആസക്തി അല്ലെങ്കിൽ വയറ് നിറച്ച് കഴിക്കുന്നതിനെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വയറൊന്ന് പ്രിപ്പയർഡ് ആവും, കുറച്ചൊന്ന് ഫിൽഡ് ആവും. പിന്നെ ബാക്കി കുറച്ച് മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് അത് സഹായം.